കഷായം തന്നെ എങ്ങനെയിരിക്കും? അത്രയ്ക്ക് മോശം പടം. വേറൊരു ടൈപ്പ് പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓണത്തിനിറങ്ങിയ ഏറ്റവും മോശം ഫിലിം. ഇത്രയും ലെങ്ത് ഈ 2.5 മണിക്കൂർ സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും ഭയങ്കരമായിട്ട്. ഇത്തരത്തിലൊരു ഭൂതര സിനിമ എടുക്കും തോന്നുന്നില്ല. എല്ലാവർക്കും ട്രിവാൻഡ്രം ഫൈൻസിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഓടും കുതിര ചാടും കുതിര എന്നുള്ള പടത്തിൻ്റെ റിവ്യൂ ആണ് എടുക്കുന്നത്. നോക്കാം. കഷായം തന്നെ എങ്ങനെയിരിക്കും? അത്രയ്ക്ക് മോശം പടം. എങ്ങനെ ഇവിടെ തള്ളി നീക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനിറങ്ങിയ ഏറ്റവും മോശം ഫിലിം. ഇത്തരത്തിലൊരു ഭൂതര സിനിമ എടുക്കും തോന്നുന്നില്ല. വളരെ പ്രയാസമുണ്ട്. കാരണം എന്താ, നമ്മൾ വലിയ പ്രതീക്ഷയോടെ വരുന്നത് ഓണമല്ലേ. വേറൊരു ടൈപ്പ് പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. ലാലിൻ്റെ ഭാഗം നല്ല രസമുണ്ട്, കോമഡി ആയിട്ടുണ്ട്. വേറെ വലിയതായിട്ടൊന്നും തോന്നിയില്ല, ഒരു ആവറേജ് ആയിട്ട് തോന്നി. ഭയങ്കര ഒരു എന്താ പറയുക, സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. പിന്നെ എഡിറ്റിംഗ് ഒക്കെ വളരെ മോശം. ഇത്രയും ലെങ്ത് ഈ 2.5 മണിക്കൂർ സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും ഭയങ്കരമായിട്ട്. അത് എന്താ പറയുക, അൽത്താഫ് എങ്ങനെ അത് എഴുതിയെന്ന് സെക്കൻഡ് ഹാഫ് മനസ്സിലാവുന്നില്ല. അത് ഒരു കണക്ഷൻ കിട്ടി, നല്ല രീതിയിൽ എടുക്കാമെന്നുണ്ടായിരുന്നു. പക്ഷെ മൊത്തം എഡിറ്റിംഗ് വളരെ മോശമായിപ്പോയി. ഫ്രെയിംസൊക്കെ ഈ പറഞ്ഞ പോലെ റിച്ച് ഫ്രെയിംസാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടർ അങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നു. ഒരു മെയിൻലി എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറി മോശമാകുന്ന സമയത്ത് പേഴ്സണലി അതെല്ലാ ക്യാരക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഇവരൊരു കാർട്ടൂണിഷ് ഒരു കാരിക്കേച്ചർ ഫിലിമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനകത്ത് സ്റ്റോറി ലൈൻ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയ പോലത്തെ ഒരു അവസ്ഥ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു കണക്റ്റ് ആയില്ല. ഓടുന്നില്ല, ഓടും ഒട്ടുപോരാ.